ഹായ്, നിങ്ങൾക്കെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? എനിക്കിന്ന് ഒരുപാട് സന്തോഷവും പിന്നെ എന്തോ ഒരുപാട് സങ്കടവും ഒക്കെ വരുന്നുണ്ട്. സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടാതെ തന്നെ നിങ്ങളോട് കാര്യം പറയാം. ഇപ്പം എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായിരുന്നു കേട്ടോ ഞാനും. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100 500 ഒക്കെ രൂപയുടെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നേ വിഷ്ണുവിനോട് പോയി ചോദിക്കണം, അല്ലെ പുള്ളിനോട് ചോദിക്കണം. ചിലപ്പം പോക്കുവറ്റി എന്നൊക്കെ ചിലപ്പം ഞാൻ ചോദിക്കാതെ 50 100 ഒക്കെ എടുക്കും, നമുക്കത്. എന്നാലും ചിലപ്പോൾ എന്നോട് കടയിൽ ചെല്ലും, നീ 50 രൂപ എടുത്തായിരുന്നോ, അല്ലെ ആ 100 രൂപ എടുത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പറഞ്ഞിട്ട് എടുക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കും എപ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന തോന്നിയിരുന്നു. എനിക്കും സ്വന്തമായിട്ടൊരു വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എനിക്കൊരു കുറച്ച് പൈസ നമുക്ക് നേരായ മാർഗത്തിലൂടെ കിട്ടാനുണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നേനല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരി തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാശിൻ്റെ വില മനസ്സിലാക്കിയതും എൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ടൊരു 100 രൂപ കാശ് എടുക്കാനില്ലാത്തതിൻ്റെയും ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അമ്മച്ചിക്ക് സുഖമില്ലാതിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അമ്മച്ചീനെ കൊണ്ട് ചിലപ്പം പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലധികം കാശാകും. അപ്പം ചിലപ്പോൾ തന്നു വിടുന്ന കാശ് എനിക്ക് തികയാതെ വരുമ്പം ഞാൻ ആരോടെങ്കിലുമൊക്കെ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, എൻ്റെ സുഹൃത്തുക്കളോട് ഒക്കെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് ഇത്ര രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുമോ എന്നൊക്കെ ഞാൻ ചോദിച്ച് അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ യാതൊരു മടിയില്ല. ഞാൻ ചോദിച്ചവരൊക്കെ എനിക്ക് സന്തോഷത്തോടെ അവരുടെ കയ്യിലുണ്ട്, എനിക്ക് ഇട്ട് തന്നിട്ടുമുണ്ട്, ഇല്ലേ വേറെ ആരെ കൊണ്ടേലും പറഞ്ഞ് ഇടിയിച്ചിട്ടുമുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നുള്ളൊരു ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരുന്നു എനിക്കത്. അപ്പം ഞാൻ അങ്ങനെ നിങ്ങളുടെയൊക്കെ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിപ്പം കാണാത്തവരുടെ വീഡിയോകളുണ്ടാകും ഇഷ്ടംപോലെ. ഓരോരുത്തരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം ഉണ്ടായതും ഓരോരുത്തർക്ക് ലക്ഷങ്ങളുണ്ടായതും വീടുണ്ടായതും കാറുണ്ടായതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നി, എനിക്കും എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ, അതിൽ നിന്നൊരു ചെറിയൊരു വരുമാനം എനിക്കായിട്ടുണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ട് ഞാൻ ഈ വീട്ടിലുള്ളവരോടൊക്കെ പറയും, വിഷ്ണുവിനോടായാലും താത്തുവിനോടായാലും ഒക്കെ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നമുക്കൊരു ചാനൽ തുടങ്ങാം എന്നൊക്കെ. അപ്പോൾ ഈ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് നിർബന്ധിച്ചപ്പോഴൊന്നും ആർക്കും സമ്മതമല്ല. പിന്നെ ഇനിയും ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത കുഴപ്പം കൂടെയാണ്, വേറെ വല്ല കാര്യവും നോക്ക്, അതിന് നിനക്ക് എന്തറിയാം, നിനക്കതിന് നേരെ ജോലി സംസാരിക്കാൻ അറിയാവോ, അല്ല എന്ത് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നീ ഏത് വീഡിയോയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാൻ പറയുവേ, അപ്പം നമുക്ക് പാചക വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ശരിയാകുകയല്ല. ഈ പാചക വീഡിയോ യൂട്യൂബ് തുറന്നാലേ പാചക വീഡിയോയേ ഉള്ളൂ, അത് പോകത്തില്ല, ആ വീഡിയോ വേണ്ട. ഉടനെ ഞാൻ പറഞ്ഞു, നമുക്കെന്നാൽ യാത്ര ചെയ്യാം, യാത്രകളുടെ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിക്കുക, നീ എന്നാ വിദേശ രാജ്യം പോവോ, അതല്ല ഹിമാലയം പോവോ, അല്ലെ നീ എവിടെ പോവും, എങ്ങോട്ട്, ഏത് യാത്ര ചെയ്യാണ്ട്, അതോ ഈ ആലപ്പുഴയിൽ നിന്ന് അല്ലെങ്കിൽ ചേർത്തല വരെ, അല്ലെ ചേർത്തലയിൽ നിന്ന് വീട് വരെയുള്ള യാത്ര വരും? അപ്പോഴും എൻ്റെ മനസ്സ് മടുപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ. അപ്പോൾ ഇങ്ങനെ തലേ കൈ വെച്ചിട്ടുണ്ട് ചോദിക്കുക, എൻ്റെ പൊന്ന് ദൈവമേ, ഏത് ചാനലായിക്കോട്ടെ എവിടെ തുടങ്ങിയാലും പാട്ടുകാരെ കൊണ്ടും ഡാൻസുകാരെ കൊണ്ടും കിടക്കപ്പുറതിയില്ല. അപ്പോഴാണ് നീ പാട്ട് പഠിച്ചിട്ടില്ലാത്ത നിൻ്റെ ഈ പാട്ടിൻ്റെ ഇത് കാണാനായിട്ട് ആരിയ്ക്കുന്നു, ചാനലും കൂടെ അടിച്ചു പോക്കോളും, വേറെ വല്ല പണിയും നോക്കെന്ന് പറഞ്ഞു. ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു, ഈ പ്രായത്തിലാണ് ഡാൻസ് കളിക്കുന്നത്, വേറെ വല്ല പണിയും നോക്കി വീട്ടിലിരിക്കുക, വീട്ടിലെ കാര്യം നോക്കി. എൻ്റെ മനസ്സങ്ങ് വിഷമിച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെ താത്ത് പറഞ്ഞ്, നമുക്കൊരു ചാനൽ തുടങ്ങാം, ആരും അറിയേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് ആദ്യമേ ഷോർട്ട് വീഡിയോയിൽ തുടങ്ങിയ ആളാകട്ടോ ഞാൻ. അപ്പോൾ ആ പാട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, പാട്ടേലാണ് തുടങ്ങിയത്. നിങ്ങളെല്ലാവരും കണ്ട് ഒരുപാട് ചിരിച്ചവരും എന്നെ ഒരുപാട് കളിയാക്കിയവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റും, ഒരു മധുരക്കിനാവിൻ ലഹരി. അപ്പൊ ആ പാട്ട് കേട്ടിട്ടൊക്കെ ഒരു പയ്യൻ വന്നിട്ടുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി, ചിത്ര ചേച്ചിനെ വരെ തോപ്പിച്ച് കളഞ്ഞല്ലോ ചേച്ചി ഈ ഒരു പാട്ട് എനിക്ക് പാടിത്തരുമോ എന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, അത് ഏത് പാട്ടാന്ന് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്, കളപം തരാം എന്നുള്ള ആ പാട്ട്. അപ്പോൾ ആ പയ്യന് വേണ്ടിയിട്ട് ഞാൻ അതും വെറുതെ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ എടുത്തിട്ടിരുന്നു. എൻ്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും എന്നെ കളിയാക്കിയ ഒരു കാര്യം കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ, നിനക്ക് വേറെ പണിയില്ല, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കൂത്തും കൊണ്ട് ഇറങ്ങിയേക്കെന്ന് പറഞ്ഞു. പക്ഷെ ഞാനെന്ന ആൾക്ക് ഒരു ധൈര്യവും അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകുന്ന ഒരാളല്ല. ഞാൻ എന്ത് കാര്യം ഒന്ന് തീരുമാനിച്ചറിയാം, അത് നടത്തിയിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ച് അതിന് ബലം പിടിച്ച് അതിന് ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഫലം എനിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പം എനിക്കൊരുപാട് സങ്കടവും സന്തോഷവും
ഉണ്ട്. എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളായി എന്നെ ഇവിടെ നിലനിർത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷം പോലും എൻ്റെ വീഡിയോ പോയിട്ട് കൂടി വന്ന 1000 1200 ആൾക്കാരൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര വ്യൂസ് ഉണ്ടാകും. ഒന്നും കിട്ടാറില്ല. എന്നിട്ട് ഞാൻ പുറകോട്ട് പോകാതെ ഞാൻ ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ കൂടുതൽ ചെയ്തിട്ടാണ് ഞാൻ ലോങ് വീഡിയോയിലോട്ട് വന്നത്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എളുപ്പം, കാരണം 1.5 മിനിറ്റ് 2 മിനിറ്റ് ഏറ്റവും പരമാവധി 3 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3 മിനിറ്റ് ആൾക്കാരൊന്ന് കാണും, നല്ല വീഡിയോ ആണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് ഇപ്പം 2 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബറായി. പിന്നെ എന്നെ യൂട്യൂബിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ട് തന്നെ ഞാൻ മാറി എന്ന് പറയാം. കാരണം ഇന്നിപ്പോൾ എൻ്റെ വീഡിയോകൾ എല്ലാ ദിവസവും തന്നെയുണ്ട്. എനിക്കൊരു ദിവസം വീഡിയോ ഇടാൻ മേലാത്തൊരു സാഹചര്യത്തിൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 12, 13 വീഡിയോ നേരത്തെ തന്നെ പിടിച്ചു വെച്ച് ഡേറ്റ് ഇട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയമാകുമ്പോഴത്തേനും വീഡിയോ ഓടിക്കോളും. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രായമായി പോയി, നമുക്ക് മക്കളുടെ മക്കളായി എന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങേണ്ടവരൊന്നുമല്ല. അടുക്കളയിൽ കരിയും പുകയും തിന്ന് അവിടെ തന്നെ ഒതുങ്ങിക്കൂടി നമ്മുടെ കഴിവുകൾ നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ലെന്നേ. ഒരു ചെറിയ കഴിവായിക്കോട്ടെ, അത് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാം. നമ്മുടെ കൂടെ നമ്മുടെ കൈ പിടിക്കാനായിട്ട് ഒരാളുണ്ട്, നമ്മൾ ജയിച്ചു. ആ ഒരാളാണ് എൻ്റെ താത്തു. എൻ്റെ കൈ പിടിച്ച് എൻ്റെ താത്തു എന്നെ ഇവിടം വരെ എത്തിച്ചു. രജനി, നിനക്ക് ഒരുപാട് കഴിവുണ്ട്, നീ അത് വേണ്ട വിധം വിനിയോഗിക്കണം. എനിക്കില്ലാത്ത കഴിവ് നിനക്കുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂടെ കൂട്ടി ചേർത്ത് പിടിച്ചതാണ് എൻ്റെ കൊച്ച്. അപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ താത്തു, എൻ്റെ അമ്മച്ചി, അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചി ഇപ്പം വയ്യാതെ കിടക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അമ്മച്ചിക്ക് വയ്യ, മിണ്ടാൻ മേല. എങ്കിലും അമ്മച്ചി നാക്കിങ്ങനെ ആക്കിയിട്ട്, മോനെ വീഡിയോ ഇട്ടിട്ടുണ്ടോ, ആ ഭാഷ എനിക്കും താത്തൂനും തിരിയും. എനിക്ക് എന്നാ പറ്റിയാന്ന് പറഞ്ഞാലും മോൻ വീഡിയോ ഇടാതിരിക്കരുത്, നിൻ്റെ ഒരു വരുമാനമാണ്. നീ ആരുടെ മുമ്പിൽ ചെന്നിട്ട് ഇനി ആർക്കും നിൻ്റെ ആവശ്യത്തിനായാലും എൻ്റെ ആവശ്യത്തിനായാലും എന്താ ഒരു 100 രൂപ തരാമോ 500 രൂപ തരാമോ എന്ന് നീ ചോദിച്ചേക്കരുത്. നിനക്ക് ഈ കിട്ടുന്ന ഒരു വരുമാനം നിനക്കത് വലിയൊരു ആശ്വാസം. സത്യമായിട്ടും പറയാം, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാശിനുണ്ടല്ലോ, ഇപ്പോൾ ഒരു 1000 രൂപയുള്ളതിന് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ആ കാശിന് 1 ലക്ഷത്തിൻ്റെ വില ആരോടും ചോദിക്കാതെ. അങ്ങനെ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോൾ 1 വർഷത്തോളമായി എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിലൊക്കെ ഏറ്റവും ഒരു സന്തോഷം എനിക്ക് ഈ പ്രാവശ്യം ബോണസ് കിട്ടി. ആ ഒരു സന്തോഷം നിങ്ങളോട് പറയേണ്ട. 2 മാസം കഴിഞ്ഞ മാസവും കിട്ടി, ഈ മാസവും ബോണസ് കിട്ടി. കൊച്ചെൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് തന്നു. ദാണ്ടിത് കണ്ടോ, ഇതെൻ്റെ യൂട്യൂബിൻ്റെ ബോണസാണ് ഈ പ്രാവശ്യത്തേത്. യൂട്യൂബിനോടും യൂട്യൂബിൻ്റെ നടത്തിപ്പുകാരോടും എല്ലാം ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കാരണം ഞങ്ങളെ പോണക്കുള്ളൊരു വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോകാതെ കിട്ടുന്ന ഈ ഒരു വരുമാനം, ഇതെന്തൊരാശ്വാസമാണെന്നറിയാമോ. ഇപ്പം കുറേ ആയിട്ട് ഈ യൂട്യൂബിൻ്റെ വരുമാനവും പിന്നെ എൻ്റെ എല്ലാവരും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് കേട്ടോ. എല്ലാവരുടെയും സഹായം കൊണ്ട് എൻ്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആരെല്ലാം നമ്മളെ നിന്ന് തളർത്താൻ നോക്കും, മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഒക്കെ നമ്മളെ തളർത്തും നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ അതിലൊന്നും പെടരുത്. നമ്മൾ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ, പുറകോട്ട് ഒരിക്കലും നമ്മളത് പിൻവലിച്ചോ നമ്മൾ തീർന്നവിടെ. ആരും പറയുന്നത് നമുക്ക് കേൾക്കണ്ട. നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനത്തിൽ ഉറച്ചു പോവുക. പിന്നെ ഞാൻ നിങ്ങളോട് പറയാം, എന്നെ പോണക്ക് ഇങ്ങനെ ജോലിയില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എൻ്റെ പിള്ളേരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ലൈവിൽ വരാം. ലൈവിൽ വന്നു കഴിയുമ്പോൾ നേരിട്ട് നമുക്ക് തമ്മിലിരുന്ന് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ കുറേയായി, ഒരു 3-4 മാസം എങ്കിലും ആയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ട് ലൈവിൽ വന്നിട്ടും ഒക്കെ അല്ലേ. അപ്പം നമുക്കൊന്ന് ലൈവിൽ വരാം, എല്ലാവരെയും ഒന്ന് കാണാം. അമ്മച്ചിയും ചോദിച്ചത് പോണക്ക് നീ ഇപ്പം എല്ലാം ഇങ്ങനെ ഇരുന്ന് എല്ലാവരും, അമ്മച്ചിക്ക് ലൈവ് എന്നൊന്നും പറയാൻ അറിയില്ല കേട്ടോ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണാറില്ല. അമ്മച്ചിയാ ചോദിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് എന്നെ നേരി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ എല്ലാവരെയും നേരി കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇൻസ്റ്റയിൽ നിങ്ങൾ വന്ന് വിളിച്ചപ്പെടുന്ന എൻ്റെ സാഹചര്യം കൊണ്ടാണ് കേട്ടോ എനിക്ക് എടുക്കാൻ മേലാതെ വന്നതും മറുപടി തരാൻ മേലെ. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്കണം. അപ്പം നമുക്ക് നേരിട്ട്, നിങ്ങൾക്ക് ഞാൻ ലൈവിൽ വരുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഒന്നെങ്കിൽ ലൈവിൽ കാണാം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കാണും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കേ.